നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി അന്വേഷണ പുരോഗതി എവിടം വരെ എത്തിയെന്ന ചോദ്യവും ചോദിച്ച് റിപ്പോർട്ട് എത്രയും വേഗം കോടതിയിൽ എത്തണമെന്നും പറഞ്ഞു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. കേസ് സിബിഐ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടിയ ശേഷം അറിയിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത് സിബിഐ അന്വേഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആക്രമിക്കപ്പെട്ട, അതായത് NIA ഉദ്യോഗസ്ഥരെ ആക്രമിച്ച, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളുടെ വീടടക്കം അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകൾക്കോ അദ്ദേഹത്തിന്റെ വസതിക്കോ ഒന്നും തന്നെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നാഥനില്ല കളരിയായിരിക്കുന്നത്, ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ വീട്ടിൽ തന്നെയാണ്. ആ വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, കുട്ടികളൊക്കെ തന്നെ വിചാരിക്കുന്നുണ്ടാകാം, നമുക്കറിയാം ഇപ്പോൾ സ്കൂൾ തുറന്ന സാഹചര്യമാണ്, പലർക്കും കുട്ടികളുണ്ട്, അപ്പോൾ സ്കൂൾ തുറന്ന സാഹചര്യമാണ്. അവരൊക്കെ തന്നെ അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ ഒരു പരിഗണനയും ഒന്നും ഇല്ലാതെയൊക്കെ തന്നെ പുറത്തേക്ക് സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലരും കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വല്ലാത്ത നിവർത്തികെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ അപ്പോഴും അതിൽ പലരും ആ ഹുങ്ക് കാണാതെ പോകുന്നില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ സഖാവിന് വേണ്ടി ഞങ്ങൾ ഇനി ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത്. കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് മേധാവി വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടിയതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കവും നടക്കുന്നത്. ആക്രമണം തടയുന്നതിലും ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിലും വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കാൻ DGPക്ക് ചെന്നിത്തല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണറും കേന്ദ്ര ആഭ്യന്തര ധനകാര്യ മന്ത്രാലയങ്ങളും പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ED സംഘത്തെ ആക്രമിച്ചത് അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘം കേരളത്തിൽ എത്തും. ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ CSF കമാൻഡന്റിനോടും ഇന്റലിജൻസ് ബ്യൂറോയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയ IPSകാരടക്കം പോലീസുകാരെ സ്ഥലം മാറ്റുമെന്നാണ് അറിയുന്നത്. റെയ്ഡ് കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ കയ്യേറ്റത്തിനും പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് എന്നും കനത്ത സുരക്ഷ ഒരുക്കണമെന്നും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ആക്രമണത്തിന് കല്ലും കട്ടയും വടികളും കരുതുന്നതായും ജനക്കൂട്ടത്തെ നീക്കം ചെയ്യണമെന്നും ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായുള്ള പാത ഒരുക്കണമെന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവഗണിക്കുകയാണ് ചെയ്തത്. അതേസമയം ആക്രമണം നേരിടാൻ 300ഓളം പോലീസിനെ നിയോഗിച്ചു എന്നാണ് DGP പറയുന്നത്. പിണറായിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ 500ഓളം പേരെ നേരിടാൻ 50ൽ താഴെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത് എന്നും വ്യക്തമാണ്. പോലീസിലെ ഇടത് സംഘടനാ നേതാവായ CI ആണ് ഉന്നത ഉദ്യോഗസ്ഥരെ വഴിതെറ്റിച്ചത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. CPM നേതാക്കളുമായി സംസാരിച്ച് സമവായത്തിലെത്തിയതാണ് CI ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഇത് വിശ്വസിച്ച് ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറച്ച് ജനക്കൂട്ടം ശാന്തമാണ് എന്ന് വിശ്വസിച്ചാണ് സ്ഥലത്തുണ്ടായിരുന്ന 2 ഡെപ്യൂട്ടി കമ്മീഷണർമാർ ഉറപ്പു നൽകിയത്. 10 വർഷം സ്പെഷ്യൽ ബ്രാഞ്ചിലും ഇന്റലിജൻസിലുമായി സുഖമായി ഉറപ്പിച്ചിരുന്ന ഇടത് സംഘടനാ നേതാവിനെ അടുത്തിടെയാണ് ലോക്കലിലേക്ക് മാറ്റിയത്. സിറ്റി പോലീസ് കമ്മീഷണർ K കാർത്തിക് അവധിയിലായതിനെ തുടർന്നാണ് റേഞ്ച് DIG ഹിമേന്ദ്രനാഥിന് ചുമതല കൈമാറിയത്. ജനക്കൂട്ടം നിയന്ത്രണാതീതമായിട്ടും അദ്ദേഹം സ്ഥലത്തെത്താതിരുന്നത് വലിയ വിമർശനത്തിനാണ് അന്ന് വഴിവെച്ചത്. പകരം പരിചയസമ്പത്ത് കുറഞ്ഞ 2 IPSകാരെ നിയോഗിച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ സേനയെ സ്ഥലത്ത് വിന്യസിക്കാതിരുന്നതും 2 വട്ടം പോലീസിന്റെ നിയന്ത്രണങ്ങൾ ജനക്കൂട്ടം മറികടന്നിട്ടും വകവയ്ക്കാതിരുന്നതും വൻ വീഴ്ചയായി മാറി. റെയ്ഡ് കഴിയാറായപ്പോൾ CRPF ഉദ്യോഗസ്ഥർ സുരക്ഷിതമായ റോഡിലെത്താനാവുമോ എന്ന് DCPമാരോട് ആരാഞ്ഞിരുന്നു. എല്ലാം ഭദ്രമാണെന്നായിരുന്നു മറുപടി. എന്നാൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് പുറത്തേക്കിറങ്ങാൻ സുരക്ഷിത പാതയൊരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. കണ്ണൂരിലെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം പിണറായിയുടെ വീടിന് മുന്നിലേക്ക് എത്താതെ തടയുന്നതിലും വീഴ്ചയുണ്ടായി. 8 CRPF ഉദ്യോഗസ്ഥരുടെ സുരക്ഷയോടെയാണ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷന് സമീപത്തെ
തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED പരിശോധനയ്ക്ക് എത്തിയത്. സാധാരണ സംസ്ഥാന പോലീസ് സഹായം തേടാതെ ഇത്തരം പരിശോധനയ്ക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ തേടുകയാണ് EDയുടെ പതിവ്. പോലീസിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് പള്ളിപ്പുറത്ത് നിന്ന് കൂടുതൽ CRPFന്റെ സേവനം ED ആവശ്യപ്പെടാതിരുന്നത്. ബംഗാളിലും സമാന രീതിയിൽ EDക്കെതിരെ ആക്രമണം ഉണ്ടായ കേസ് CBI ആണ് അന്വേഷിക്കുന്നത്. റേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ തൃണമൂൽ കോൺഗ്രസ് ബ്ലോക്ക് തല നേതാക്കളുടെ വീട്ടിൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ 2024 ജനുവരിയിൽ ബംഗാളിലെ സന്ദേശ് ഖാലി ഗ്രാമത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരുന്നു. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ച വാഹനവും തകർത്തിരുന്നു. ED വരുന്ന വിവരം അറിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കന്മാരുടെ വീടിന് സമീപത്തേക്കാണ് എത്തിയത്. തുടർന്ന് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം നശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. കേരളത്തിലെ ആക്രമണ കേസും CBI ഏറ്റെടുക്കാനിടയുണ്ട്. ED ഉദ്യോഗസ്ഥർക്ക് നേർക്കുണ്ടായ ആക്രമണത്തിൽ DGPയെ ആശങ്ക അറിയിച്ച് ഗവർണർ RV ആർലേക്കറും രംഗത്തെത്തിയിരുന്നു. അന്വേഷണത്തിനെത്തിയ കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് മേധാവിയോട് ഗവർണർ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകി. ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ED ഡയറക്ടർ രാഹുൽ നവീനും പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റെയ്ഡിന് ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നത് CRPF ആണെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള പോലീസാണ് പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കേണ്ടത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അടക്കം കടുത്ത നടപടികൾ പോലീസ് സാന്നിധ്യത്തിൽ CRPF സ്വീകരിക്കാറില്ല. ആൾക്കൂട്ടത്തിനിടയിലേക്ക് EDയുടെ വാഹനം കടത്തിവിട്ടും സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ED സംഘം 10 മിനിറ്റിലധികം പ്രകോപിതരായ ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. EDയുടെ റെയ്ഡിന് സ്വതന്ത്ര സാക്ഷിയായി എത്തിയ പൊതുമേഖലാ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനെല്ലാത്തിനും ആക്രമണത്തിന് മുന്നിൽ നിന്ന എല്ലാവരെയും ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ അടക്കമുള്ള കടും പൂട്ടാൻ തന്നെയാണ് കോടതിയുടെയും നീക്കം.